നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ശക്തൻ നഗറിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ TUDA ബിൽഡിംഗിലെ ലിഫ്റ്റിൽ ആളുകൾ കുടുങ്ങുന്നത് പതിവാകുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡുകൾ തിരുത്തി മുന്നേറുകയാണ്. ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ പുള്ള് കോൾപ്പടവ് ടൂറിസം സെന്റർ പദ്ധതിയുടെ നിർമ്മാണത്തിന് തുടക്കമായി. കലാ സാംസ്കാരിക സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ഓണാഘോഷം ഓണോത്സവം 2025 സൗണ്ട് എഞ്ചിനീയർ KB രാജീവ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് GVHSS പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. RJDയുടെ നേതൃത്വത്തിൽ മോതിരക്കണ്ണി മേഖലയിൽ ഓണത്തോടനുബന്ധിച്ച് കാരുണ്യ കിറ്റുകൾ വിതരണം ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ ശക്തൻ നഗറിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ TUDA ബിൽഡിംഗിലെ ലിഫ്റ്റിൽ ആളുകൾ കുടുങ്ങുന്നത് പതിവാകുന്നു. നാഷണൽ സ്റ്റാറ്റിക്സ്, EPF, പിന്നോക്ക വികസന കോർപ്പറേഷൻ തുടങ്ങിയ സർക്കാർ ഓഫീസുകളും ബാങ്ക് ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാപനങ്ങളും പ്രവർത്തിച്ചുവരുന്ന ബിൽഡിംഗിലെ ലിഫ്റ്റിനാണ് തകരാർ. നിരവധി തവണ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി കോർപ്പറേഷനിൽ പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടാകുന്നില്ല. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡുകൾ തിരുത്തി മുന്നേറുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില പവന് 77,000 കടന്നു. 680 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ പവന്റെ വില 77,640 രൂപയായി ഉയർന്നു. സെപ്റ്റംബർ മാസാരംഭത്തിൽ തന്നെ വലിയ കുതിച്ചുചാട്ടത്തോടെയാണ് വിപണി തുറക്കുന്നത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 10,000 രൂപയ്ക്ക് അടുത്തെത്തി. 9,705 രൂപയാണ് ഇന്ന് 1 ഗ്രാം സ്വർണത്തിന് നൽകേണ്ടത്. ചിങ്ങമാസത്തിലെ വിവാഹ വിപണിയിൽ വൻ ആശങ്കയാണ് സ്വർണവില സൃഷ്ടിക്കുന്നത്. ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ പുള്ള് കോൾപ്പടവ് ടൂറിസം സെന്റർ പദ്ധതിയുടെ നിർമ്മാണത്തിന് തുടക്കമായി. ചാഴൂർ പഞ്ചായത്തും ടൂറിസം വകുപ്പും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈൻ മുഖേന പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. മത്സ്യസമ്പത്തും ദേശാടന പക്ഷികളും ഉൾപ്പെടുന്ന പുള്ളിന്റെ സൗന്ദര്യം ലോകത്തിന് മാതൃകയാക്കുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുക എന്ന് മന്ത്രി പറഞ്ഞു. 82.66 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിക്കുക. ലൈറ്റിംഗ്, ഇരിപ്പിടങ്ങൾ എന്നിവയടക്കം പരിസ്ഥിതിക്ക് അനുയോജ്യമായ നിർമ്മാണമാണ് നടത്തുക എന്നും മന്ത്രി പറഞ്ഞു. CC മുകുന്ദൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയട്ടിൽ, KLDC കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ AG ബോബൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ചാടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാമചന്ദ്രൻ, ചാടൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, സെക്രട്ടറി P ജോയ്സി വർഗീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മഴക്കാലത്ത് പുള്ള് ഭാഗത്തെ റോഡുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ റോഡ് ഉയർത്തുന്നതിനുള്ള പരിശോധന നടത്തി പദ്ധതി തയ്യാറാക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. കലാ സാംസ്കാരിക സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ഓണാഘോഷം ഓണോത്സവം 2025 സൗണ്ട് എഞ്ചിനീയർ KB രാജീവ് ഉദ്ഘാടനം ചെയ്തു. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. ഓണക്കോടി വിതരണം തരംഗ് സെക്രട്ടറി കലാഭവൻ സുധി നിർവഹിച്ചു. കലാപരിപാടികളുടെ ഉദ്ഘാടനം ഗായകൻ സുധീഷ് ചാലക്കുടിയും നിർവഹിച്ചു. വിജയൻ മല്ലാൻ, അനശ്വർ പാലത്തിങ്കൽ, മായ ശശികുമാർ, പ്രദീപ് പൂലാനി, അഖിലേഷ് രുദ്ര, അയ്യപ്പദാസ്, വിജേഷ് പേരുകുടി, ധനുഷ വിഷ്ണു, അജിത് കൊടകര തുടങ്ങിയവർ സംസാരിച്ചു. കലാപരിപാടികളും വിനോദ മത്സരങ്ങളും അരങ്ങേറി. പുതുക്കാട് GVHSS പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. മുൻ കേരള സന്തോഷ് ട്രോഫി വിന്നിംഗ് കോച്ച് M പീതാംബരൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പോലീസ് ഇൻസ്പെക്ടർ വൈഷ്ണവ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. OSI സെക്രട്ടറി വർഗീസ് തെക്കേതല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 1ാം സമ്മാനം അർജുൻ നെന്മണിക്കര ഫുട്ബോൾ അക്കാദമിയും 2ാം സ്ഥാനം സാം പീറ്റർ ആൻഡ് ടീമും കരസ്ഥമാക്കി.
മൂന്നാം സമ്മാനം അഭിമന്യു ആൻഡ് ടീം കരസ്ഥമാക്കി. പരിപാടിയിൽ കോർഡിനേറ്റർ ശ്രീജിത്ത് ഭാസ്കർ, പ്രധാന അധ്യാപിക ബിന്ദു MP, PTA പ്രസിഡന്റ് ജോസഫ് CT, ടൂർണമെന്റിന് OSA പ്രതിനിധികളായ രാജീവൻ കുറുമാലി, ഷാജി രാമൻ, റോഷൽ ലാൽ ജീവൻ, സുരേന്ദ്രൻ, ജയൻ ബാലത്ത്, ജോജു കല്ലൂക്കാരൻ, ജോണി ചിറ്റിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. RJDയുടെ നേതൃത്വത്തിൽ മോതിരക്കണ്ണി മേഖലയിൽ ഓണത്തോടനുബന്ധിച്ച് കാരുണ്യ കിറ്റുകൾ വിതരണം ചെയ്തു. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മോറേലി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ആനി ജോയ് അധ്യക്ഷത വഹിച്ചു. ജിജു കരിപ്പായി, മനോജ് പുത്തൻവീട്ടിൽ, ജോസഫ് കർത്തനാടൻ, ഹസീന നിഷാബ്, ഡേവിസ് താക്കോൽക്കാരൻ, പരമേശ്വരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. 400 പലവ്യഞ്ജന കിറ്റുകൾ വിതരണം ചെയ്തു. 10ലധികം വർഷങ്ങളായി ആഘോഷവേളകളിൽ RJD ഈ തരത്തിൽ ഇടപെടൽ നടത്തിവരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 85 രൂപ കൂടി. ഗ്രാമിന് 9705 രൂപ, പവന് 77,640 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ശക്തൻ നഗറിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ TUDA ബിൽഡിംഗിലെ ലിഫ്റ്റിൽ ആളുകൾ കുടുങ്ങുന്നത് പതിവാകുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡുകൾ തിരുത്തി മുന്നേറുകയാണ്. ചാടൂർ ഗ്രാമപഞ്ചായത്തിലെ പുള്ള് കോൾപ്പടവ് ടൂറിസം സെന്റർ പദ്ധതിയുടെ നിർമ്മാണത്തിന് തുടക്കമായി. കലാ സാംസ്കാരിക സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ഓണാഘോഷം ഓണോത്സവം 2025 സൗണ്ട് എഞ്ചിനീയർ KB രാജീവ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് GVHSS പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. RJDയുടെ നേതൃത്വത്തിൽ മോതിരക്കണ്ണി മേഖലയിൽ ഓണത്തോടനുബന്ധിച്ച് കാരുണ്യ കിറ്റുകൾ വിതരണം ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംരക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.